അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം, ഹാപ്പി വെൻസ്ഡേ, സുപ്രഭാതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ കാണിച്ചു തരാണ്. ആ വീഡിയോ നിങ്ങൾ കാണണം. കാരണം ആ വീഡിയോയുടെ ഉള്ളിൽ ശബ്ദം കൊടുത്തിട്ടുള്ളത് ചാലക്കുടിയിലെ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകയുടെ ശബ്ദമാണ്. നിങ്ങൾ ആദ്യം ആ വീഡിയോ കാണാം. ആ ശബ്ദം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രവിക്കുക. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് സജ്ജമാക്കിയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി 4 ലക്ഷത്തോളം തീർത്ഥാടകർക്ക് ആരോഗ്യ സേവനം നൽകി ആരോഗ്യവകുപ്പ്. CPR ഉൾപ്പെടെയുള്ള അടിയന്തര സേവനം നൽകിയാണ് മരണനിരക്ക് പരമാവധി കുറയ്ക്കാനായത്. നിസാര രോഗങ്ങൾ മുതൽ ഹൃദയാഘാതം പോലെ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചവർക്ക് വരെ ചികിത്സ നൽകി. ശബരിമല യാത്രയ്ക്കിടെ ഹൃദയാഘാതം വന്ന 159 പേരുടെ ജീവൻ രക്ഷിക്കാനായി 74 പേർക്ക് ഹൃദയാഘാതത്തിനുള്ള അടിയന്തര ചികിത്സ നൽകി. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായ ആരോഗ്യ സേവനങ്ങളാണ് ഒരുക്കിയത്. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും പമ്പയിലും ആരോഗ്യ വകുപ്പിന്റെ യോഗങ്ങൾ ചേർന്ന് തുടർ നടപടികൾ സ്വീകരിച്ചാണ് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയത്. മേലൂർ പൂവക്കാട്ടുകുന്ന് സ്വദേശിനിയായിട്ടുള്ള ശ്രീദേവി കൈമ്പക്ത് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ശബ്ദമാണ്. ശ്രീദേവി ചാലക്കുടിയിലെ ഒരു ഓൺലൈൻ മീഡിയ മാധ്യമ പ്രവർത്തകയാണ്. ജേർണലിസം പഠിച്ചു, ഡിംസിൽ അധ്യാപികയായിരുന്നു. അത്യാവശ്യം മോട്ടിവേഷണൽ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്ന ആളാണ്. ശ്രീദേവിയുടെ ചാനലിൻ്റെ പേര് ന്യൂസ് എക്സ്പ്രസ് 24 എന്നാണ്. നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ അതിൽ വരാറുണ്ട്. ഞങ്ങൾ ശ്രീദേവിയെ കളിയാക്കി റീൽസ് റാണി എന്ന് വിളിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹോട്ടലുകൾ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഉത്സവങ്ങൾ, ഇതിൻ്റെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ റീൽസുകൾ ഇടും. വളരെ മനോഹരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല വീഡിയോകളാണ് ഇടാറുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ശബരിമല തീർത്ഥാടകർക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് ആ വീഡിയോയിൽ പറയുന്നത്. ആ വീഡിയോയിൽ ശബ്ദം കൊടുത്തിട്ടുള്ളത് ശ്രീദേവിയാണ്. ഇത് ശരിക്കും പറഞ്ഞൊരു നേട്ടം തന്നെയാണ്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു വീഡിയോയിൽ നമ്മുടെ ചാലക്കുടിയിൽ നിന്നുള്ളൊരു മാധ്യമ പ്രവർത്തക ശബ്ദം നൽകിയിരിക്കുന്നു. ഞാനും ഈ ശബ്ദം നൽകുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപരിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീദേവിയുടെ ശബ്ദത്തിനും ശ്രീദേവിയുടെ ഇടപെടലിനും പ്രത്യേകം നന്ദി പറയുകയാണ്, അഭിനന്ദിക്കുകയാണ്. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചരങ്ങര മേൽപ്പാലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു വീഡിയോ ശ്രീദേവി പുറത്തിറക്കിയിരുന്നു. ഹെലിക്യാമിൽ ചിത്രീകരിച്ച ആകാശ ദൃശ്യം ഈ ചരങ്ങര മേൽപ്പാലത്തെ പറ്റി. അപ്പോൾ അതിൻ്റെ വീഡിയോ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ആ ഓഫീസിൽ നിന്ന് പ്രത്യേകം ഫോൺ വിളിച്ച് ശ്രീദേവി അഭിനന്ദിക്കുകയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ആ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്തു. ഇതൊരു വളരെ സവിശേഷമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ 2 വീഡിയോകൾ ശ്രീദേവിയുടെ വളരെ പ്രത്യേക രീതിയിൽ പ്രശംസ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ഞാൻ ശ്രീദേവിയെ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെ തന്നെ വീഡിയോകൾ പങ്കുവയ്ക്കപ്പെടട്ടെ. കാരണം ഈ സെൽഫിസം, അവനവനിസം കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ ശ്രീദേവിക്ക് ശ്രീദേവിയുടേതായിട്ടുള്ള വ്യക്തിത്വവും നിലപാടുകളും രാഷ്ട്രീയവും ഒക്കെ തന്നെയുണ്ട്. ശ്രീദേവി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെ ശ്രീദേവിയുടെ അതേ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ജയഫേസ് പ്രത്യേകം അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു, ഒരു തമ്പ് കൊടുക്കുന്നു. ശ്രീദേവിക്ക് അഭിനന്ദനം. കാരണം ഈ കാലഘട്ടം എന്ന് പറയുന്നത് സെൽഫിസമാണ്. സെൽഫിസം, അവനവനിസം കുറച്ചും കൂടി കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AI സെൽഫിസം കൊടികുത്തി വാഴാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തന്നെ പുറത്ത് ഇങ്ങനെ കൊട്ടേണ്ടി വരുന്നൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ശ്രീദേവി ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ വെറൈറ്റി ആയിട്ട് തോന്നി. ശ്രീദേവിയെ അഭിനന്ദിക്കുന്നു. ശ്രീദേവിയെ അഭിനന്ദിക്കേണ്ടവർ, ഉള്ളു തുറന്ന് അഭിനന്ദിക്കേണ്ടവർ, പൊതുമണ്ഡലത്തിൽ ഉള്ളു തുറന്ന് അഭിനന്ദിക്കേണ്ടവർ അഭിനന്ദിക്കുക തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു വികൃതമായൊരു കാലഘട്ടമാണ്. നമ്മുടെ RLV രാമകൃഷ്ണേട്ടൻ കണ്ണേട്ടനൊക്കെ സംഭവിച്ച കാര്യങ്ങൾ അറിയില്ലേ? തൊലി വെളുപ്പിൻ്റെയും അതുപോലെ തന്നെ ആകാര ഭംഗിയുടെ പേരിൽ എത്രത്തോളം മാനസികമായിട്ട് അദ്ദേഹം വേദനിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ശ്രീദേവിക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതിൻ്റെ പേരിൽ തടയപ്പെട്ടിട്ടുണ്ടാകാം, അർഹമായ ഇടങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാകാം, പൊതുമണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന സാഹചര്യത്തിൽ വേറെ ചില കാരണങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിലും ശ്രീദേവിയെ തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല. ശ്രീദേവി മുന്നോട്ട് പോകുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ പുതിയ കാഴ്ചപ്പാടുകളുമായി ശ്രീദേവി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ ശ്രീദേവിയെ അഭിനന്ദിക്കുന്നു. ഈ തന്ത വൈബുമായിട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ആസിഫ് അലിയൊക്കെ പറഞ്ഞ മാതിരി. എന്താണ് ഈ തന്ത വൈബ്? പെരുന്തച്ചൻ കോംപ്ലക്സിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു സംഭവമാണ് തന്ത വൈബ്. തന്ത വൈബ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ബ്ലാക്ക് പരിപാടിയാണ്. എന്തൊക്കെ കുത്തിത്തിരിപ്പുകൾ അങ്ങനെയൊക്കെ ഒപ്പിക്കാൻ പറ്റുന്നൊരു സംഗതി. ഒരു കാരണവശാലും ഒരു അടി ആൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കരുത്. അവനെ എങ്ങനെയെങ്കിലും എപ്പോൾ വേണമെങ്കിലും അടിച്ചിരുത്തണം. അങ്ങനെയുള്ളൊരു വൈബുമായിട്ട് പോകുന്ന കുറേ തന്ത വൈബുമാരുണ്ട്. ചിലപ്പോൾ ഈ പോലീസുകാരൊക്കെ കാണുന്നവർക്ക് ഞെട്ടൽവാദം പിടിച്ച മാതിരി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ കാണിച്ചു പോകുന്ന ചില തന്തമാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തന്ത വൈബുകളൊക്കെ അപ്രത്യക്ഷമായി പോട്ടെ. പോലീസുകാർ, അവരുടെ ഉദ്യോഗസ്ഥന്മാർ, അവരുടെ സബോർഡിനേറ്റ്സ് അവർക്ക് അതിലുണ്ട്. ബഹുമാനം കാണിക്കുന്നതിന് ഭാഗമായിട്ടാണ് സല്യൂട്ട് ചെയ്യുന്നതും. ഇപ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ കാണിക്കുന്ന സംഭവമൊക്കെ അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സംഭവം. അവരാണത് ചെയ്യുന്നത്. അതുകൊണ്ട് ചില ആൾക്കാർ ഈ തന്തവൈബുമായിട്ട് ഇങ്ങനെ കാണിച്ചു പോകുന്ന സംഭവങ്ങളുണ്ട്.
അവരൊക്കെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജീവിതത്തിൽ പുലർത്തേണ്ട മൂല്യങ്ങൾ പുലർത്തട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ശ്രീദേവിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു, ആശംസകൾ നേരുന്നു. ഇനിയും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കട്ടെ. ശ്രീദേവി അഭിനന്ദിക്കേണ്ടവർ പൊതുമണ്ഡലത്തിൽ അഭിനന്ദിക്കട്ടെ, ആശംസകൾ നേരട്ടെ എന്ന് മാത്രം ജയഫേസ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ശ്രീദേവി കൈമ്പക്കത്ത്, ജയ് ന്യൂസ് എക്സ്പ്രസ് ചാനൽ.